ഗൈസ്, അപ്പോൾ ഞാൻ കുളിച്ച് വന്നതേക്ക് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ കറണ്ടൊക്കെ പോയി. അപ്പോൾ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ പുറത്ത് നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് തന്നെ എലമെൻസിൻ്റെ ഒരു മോയ്സ്ചറൈസർ എടുത്ത് മുഖത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഡാസ്ലറിൻ്റെ പൗഡർ തീർന്നു. അപ്പോൾ ഞാൻ ഇത് പോൺസിൻ്റെ പൗഡറാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത്. പിന്നെ ഇനി ലിബാം ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. എൻ്റെ സ്കിൻ ടോണിന് ചേർന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തു. അതുപോലെ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, എല്ലാവർക്കും ചേരുന്നൊരു നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബ്ലഷ് ഇട്ട് കൊടുത്തു. പിന്നെ ഐലൈനർ എഴുതി കൊടുക്കാം. ഓക്കെ, ഞാൻ ഐലൈനർ അങ്ങനെ എഴുതി കൊടുത്തു. പിന്നെ എൻ്റെ ഐബ്രോസൊക്കെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ലെവൽ ചെയ്തു. ഇനി നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഓക്കെ, മുടിയൊക്കെ അയച്ചത്. പിന്നെ അതെ, ഇനി മാല മാറ്റാം. ഹാർട്ടിൻ്റെ ഒരു മാലയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ മാല കെട്ടുപെട്ടിട്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഒരു അമ്മ വന്നിട്ട് തരുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ബാംഗിൾസ് ഇടാം. ഓക്കെ, രണ്ട് കയ്യിലും 2 ബാംഗിൾസാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഫിംഗർ റിങ്സാണ് ഇടുന്നത്. അപ്പോൾ ഞാനൊരു ഫ്ലവറിൻ്റെയും പിന്നെ ഒരു ഹാർട്ടിൻ്റെയും 2 ഓരോരോ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇയർ റിങ്സ് ഇടാം. എൻ്റെ ഡ്രസ്സിന് അതുപോലെ തന്നെ മാലയ്ക്കും മാച്ചാണെന്ന് തോന്നി. അപ്പോൾ അതാണ് ഞാൻ ഇടുന്നത്. ഈ കമ്മൽ എൻ്റെ മേമ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് കമ്മലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഇടുന്നത് കേട്ടോ. എനിക്കിടാൻ കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് മുടി കെട്ടിയിട്ട് വരാം. ഓക്കെ, എന്നാൽ ജസ്റ്റ് ഒന്ന് പിന്നി കൊടുത്തു. സൈഡിൽ നിന്നൊക്കെ മുടി വിടുന്നുണ്ട്. പിന്നെ ഒരു സിംഗിളായിട്ടുള്ള വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കയറി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്തു. ഓക്കെ, ഐബ്രോസ് ഒന്നും കൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു കേട്ടോ ഗൈസ്. അപ്പോൾ അതേ മുടിയൊക്കെ ഒന്ന് കറക്റ്റാക്കി. അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ ദക്ഷിക്ക് റെഡി ആവണം പറഞ്ഞ് ഒരേ വാശിയായിരുന്നു. ശരിയെന്ന് പറഞ്ഞാൽ എൻ്റെ റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് പൗഡർ ഇട്ട് കൊടുത്തപ്പോൾ ആളുടെ കണ്ണിൽ പെട്ടു കേട്ടോ. പിന്നെ അത് ലിബാം ഇട്ട് കൊടുത്തപ്പോൾ ഒരേ വാശി ലിപ്സ്റ്റിക്ക് വേണമെന്ന്. ശരി പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുത്തു. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് പിന്നെ എൻ്റെ അവൾക്ക് ഐഷാഡോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഐഷാഡോ പാലറ്റ് എടുക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഞാൻ അതും കൊണ്ട് തന്നെ ജസ്റ്റ് ഐഷാഡോ ഇട്ട് കൊടുത്തു. പിന്നെ മൂക്കൊക്കെ ഒന്ന് ചോക്കട്ടെ എന്നും പറഞ്ഞ് ബ്ലഷ് ഇട്ട് കൊടുത്തു. പിന്നെ അവൾക്ക് ഞാൻ സാധാരണ ശീതളിൻ്റെ ഐലൈനറാണ് കൂടുതൽ എഴുതി കൊടുക്കാറുള്ളത്. പിന്നെ അതൊന്നും എനിക്ക് എടുക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഇപ്പോൾ അവൾക്ക് തൽക്കാലത്തേക്ക് എഴുതി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് നൈസായിട്ട് എഴുതേണ്ടത് ആ ഭംഗി. അപ്പോൾ ഞാൻ ജസ്റ്റ് നൈസായിട്ട് തന്നെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ജസ്റ്റ് അവരുടെ ഇവിടെ ലിപ്പിൻ്റെ താഴെ കാക്കപ്പുള്ളി വെക്കുന്നത് എനിക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് കാക്കപ്പുള്ളിയും വെച്ച് കൊടുത്തു. പിന്നെ അതേ ഞാനും മേഘവും സൂര്യയും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ 3 പേരും കൂടി പോകുമ്പോൾ അതേ മഴ തോർന്നുണ്ടായിരുന്നു ഭാഗ്യം. പക്ഷെ വഴിയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടന്ന് ഇതേ അങ്ങനെ വയലുകളെത്തി. പിന്നെ ഇതേ റോഡിൽ NH ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ അതേ ഞങ്ങൾ മണ്ഡപത്തിലെത്തി. മൂലയിൽ ഓഡിറ്റോറിയം എന്നാണ് കല്യാണ മണ്ഡപത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ചതേ ഉള്ളിലേക്ക് കയറി. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അമ്മമ്മയും ഞാനും അമ്മയും മേഘും ഒക്കെ കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതേ കല്യാണ ചെക്കനും പെണ്ണും കണ്ടോ. പിന്നെ ഇതേ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. കോപ്പിറൈറ്റ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇതേ ഇവിടെ സൗണ്ടൊക്കെ മ്യൂട്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ സിംഗേഴ്സൊക്കെ ഉണ്ടായിരുന്നു, പാടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് കോർട്ടിലേക്ക് വന്നു. ഫസ്റ്റാണ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഫുഡ് വാങ്ങി. ഞാൻ മേഘുവിന് ഒരു പ്ലേറ്റ് എടുത്ത് കൊടുത്തു. പിന്നെ ഞാനും ഇതേങ്ങനെ പ്ലേറ്റ് എടുത്തു വാങ്ങുന്നുണ്ട്. ബട്ടർ ചിക്കനും പിന്നെ അങ്ങനെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വാങ്ങി. അമ്മ ഫ്രണ്ടിലേ പോയി. അപ്പോൾ ഞാനും മേഘുവിനും ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ മേഘുവും ഞാനും കൂടി അങ്ങനെ പോയി. ഇവർ ഒരു സീറ്റിലിരുന്നു. അപ്പോൾ അവിടെ സീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി വേറൊരു സീറ്റിലിരുന്നു. അപ്പോൾ അതേ ഒരു തട്ടുകടി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ വന്ന് പോപ്കോൺ വാങ്ങി. മാമനായിരുന്നു എനിക്ക് ഐസ്ക്രീം എല്ലാം വാങ്ങി തന്നെ. ഇതേ മാമൻ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങളങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.